അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നാം തളർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. പ്രശ്നങ്ങൾ നമ്മുടെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. എത്ര ശ്രമിച്ചിട്ട് ഒരു കാര്യവും ശരിയാവുന്നില്ല. പ്രശ്നങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നു. മനസ്സിലാകെ ഒരു ചിന്ത മാത്രമായിരിക്കും, ഇനി എന്ത് ചെയ്യും റബ്ബി? ഒരു വിഷമ, കടബാധ്യത, കുടുംബത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ, മക്കളെക്കുറിച്ചുള്ള വിഷമം, ജീവിതത്തിലെ സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും. മക്കളെക്കുറിച്ച് വിഷമിക്കുന്ന പല ഉമ്മമാരുമുണ്ട്. മക്കളെക്കുറിച്ച് പല പല ആശങ്കകളാണ് പല മകൻ പഠിക്കുന്നുണ്ടോ, മകൾ നല്ല വഴിയിലാണോ ജീവിക്കുന്നത്, അവരുടെ ഭാവി ഇനി എങ്ങനെയാകും? അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് വരെ തോന്നും. അത്തരം സമയത്ത് മക്കൾക്ക് വേണ്ടിയും ഈ ദിക്ർ ചൊല്ലുക. അതുപോലെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, ചില നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ ഇടയിൽ പിണക്കം, മക്കളുമായുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾ, ബന്ധുക്കളുമായ അകൽച്ച. അപ്പോൾ നമ്മൾ ആകെ തകർന്നു പോകുന്ന അവസ്ഥയാണ്. ജീവിതത്തിൽ ചില സമയങ്ങൾ നമ്മൾ എങ്ങനെ പറയാറുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ തീർക്കും എന്നുള്ള മനസ്സ് വേദന കാരണം മനസ്സിന് സമനില വരെ തെറ്റിപ്പോകുന്ന ദിവസങ്ങളുണ്ട്. അത്തരം സമയങ്ങളിൽ നമുക്കെല്ലാ കഴിവും ഉണ്ടാകുന്നത് കൊണ്ട് ഒന്നും നടക്കണമെന്നില്ല. അള്ളാഹുവിൻ്റെ സഹായം വേണം. അവിടെയെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. നമ്മുടെ ഹൃദയം അള്ളാഹുവിൽ ആശ്രയിക്കണം. അതാണ് ഈ ദിക്ർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദർഭങ്ങളിൽ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് ഈ ദിക്ർ. ഈ ദിക്ർ അറിയപ്പെടുന്നത് സ്വർഗത്തിലെ നിധികളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. ആ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ കഴിവിൻ്റെ പരമാവധി ചൊല്ലുക. എത്ര ചൊല്ലുമോ അത്രയും നല്ലതാണ്. അള്ളാഹുവിനെ കൂടാതെ യാതൊരു ശക്തിയുമില്ല. നിന്നെ കൂടാതെ യാതൊരു ശക്തിയുമില്ല. അത് ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. യാ അല്ലാഹ്, എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും, പക്ഷേ യഥാർത്ഥ ശക്തി നിൻ്റെ കൈകളിലാണ്. എന്നെ സഹായിക്കാൻ കഴിയുന്നത് നീയാണ് റബ്ബേ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ. ഈ ദിക്ർ ഓതി ചൊല്ലുക. നമുക്ക് വിഷമങ്ങളുള്ളപ്പോഴെല്ലാം ഇങ്ങനെ ചൊല്ലുക. നിങ്ങൾക്ക് വലിയ വിഷമങ്ങളുണ്ടാകുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ, മനസ്സ് അനുവദിക്കുന്ന ഏത് സമയത്ത് ഈ ദിക്ർ ചൊല്ലാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീണ്ടും ചൊല്ലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് ഇതിനൊന്നും വേണ്ടിയല്ലെങ്കിൽ തന്നെയും നമുക്ക് ഒരുപാട് പാപമോചനം കിട്ടുന്ന ദിക്റുകളാണ് ഇതൊക്കെ. അള്ളാഹുവിനെ ഓർക്കാനും അവൻ്റെ സഹായം തേടാനും അവനിൽ ആശ്രയിക്കുവാനാണ് ഈ ദിക്ർ ചൊല്ലുന്നത്. നമുക്കൊരു കാര്യം ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ എത്ര കാര്യങ്ങളാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്? നമ്മൾ ജനിച്ച ദിവസം നമുക്ക് തീരുമാനിക്കാനാകുമോ? നമ്മുടെ ഉയരം നമുക്ക് തീരുമാനിക്കാനാകുമോ? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നാം സ്വയം ഉണ്ടാക്കിയതാണോ? നമ്മുടെ ഹൃദയം നാം സ്വയം മിടിപ്പിക്കുന്നതാണോ? നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ആരുടെ നിയന്ത്രണത്തിലാണ്? അള്ളാഹുവിൻ്റെ. അപ്പോൾ എന്തിനാണ് നാം ഒറ്റയ്ക്ക് ചുമക്കുന്നത്? നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ പരിശ്രമിക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം അള്ളാഹുവിൻ്റെ മുന്നിൽ വയ്ക്കാം. ഇങ്ങനെ പറയാം, അല്ലാഹ് എനിക്ക് കഴിവില്ല, നീ സഹായിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹ് എനിക്ക് ഒരു കഴിവുമില്ല, നിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദുആ ചെയ്യുക. അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വിഷമങ്ങൾ നീ അറിയുന്നവനാണ്. ഞങ്ങളുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ നീ അറിയുന്നവനാണ്. ഞങ്ങൾ ആരോടും പറയാത്ത വേദനകൾ പോലും നീ അറിയുന്നു. ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ നീ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എളുപ്പമാക്കണമേ റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ സമാധാനം നൽകണേ യാ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നന്മയുള്ളവരാക്കണമേ യാ അല്ലാഹ്. ഞങ്ങൾക്ക് ഹലാലായ ഉപജീവനം നൽകണമേ യാ അല്ലാഹ്. കടബാധ്യതയുള്ളവർക്ക് ആശ്വാസം നൽകണമേ യാ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ.
തെറ്റിപ്പോയവരെ നേരായ വഴിയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ശക്തമാക്കണമേ യാ അല്ലാഹ്. ഞങ്ങളിൽ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നവരാണ് യാ അല്ലാഹ്. ഞങ്ങളുടെ നാവുകൾ ദിക്റുകൾ കൊണ്ട് നനഞ്ഞിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെ ഓർക്കുന്ന ഹൃദയങ്ങളാക്കണമേ യാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവേ, നിന്നെ കൂടാതെ